കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. റോട്ടിൽ കൂടെ പോണ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ നട്ടപ്രാന്തെന്ന് പറയും. എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മുടെ ജയസൂര്യയുടെ വീട് ഈ കായലിൻ്റെ അപ്പുറത്താട്ടോ. ചേട്ടൻ അതിങ്ങനെ വലിച്ച് പൊക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ ഇങ്ങനെ പൊക്കുന്നുണ്ട്. എങ്ങനെ ആദാമിൻ്റെ പെരക്കിൽ നിന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര്. അത് ഏറ്റവും വലിയ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും 2020 കുറച്ച് ബുദ്ധിമുട്ടുള്ള വർഷമായിരുന്നു, ശരിയാണ്. 2021 ഇന്ന് പിറക്കുകയാണ്, ന്യൂ ഇയർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളുള്ള വർഷമാണ് 2021. ആ പ്രതീക്ഷകളൊക്കെ പൂവണിയട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി. (2021) ആദ്യത്തെ സൺറൈസ് ആട്ടോ. ബ്യൂട്ടിഫുൾ അല്ലേ? ഇത് തിരുമറിയൂരാട്ടോ. ശ്രീരാമൻ്റെ അമ്പലം അവിടെ ഉണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും പാടായിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ് തിരുമറിയൂർ. കണ്ടോ, വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ റെസൊല്യൂഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല, പക്ഷേ എങ്കിൽ കൂടെ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മളെല്ലാവരും ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ. മാക്സിമം ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ അത്രയും സന്തോഷം. പക്ഷേ നമ്മൾ സമയം എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ 8-9 മണിക്കൂർ നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്കും അതിൽ ഒരു 6 മണിക്കൂറാക്കി ചുരുക്കി 2 മണിക്കൂർ എക്സസൈസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമായിരിക്കും. കാരണം ആ ഒരു എക്സസൈസ് നമുക്ക് ആ ഒരു ഡേ മൊത്തം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ആക്ച്വലി ഞാൻ നടന്നാണ് തിരിച്ചു വന്നത് കേട്ടോ. കാരണം നമ്മൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ ഒരു സമയത്ത് 9 മണി സമയത്ത് റോഡിൽ കൂടെ പോണ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ നട്ടപ്രാന്തെന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്താ ലേറ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വെച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്ഷയ് രതീഷ് എന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് ഫോളോ ചെയ്യുക. രാവിലെ 5 മണിക്ക് എണീക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ 5 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കാണ് കിടന്നത്. അപ്പോൾ 3 ഞാൻ വെച്ചിരുന്നത്. എന്നിട്ടാണ് 5:45 ഒന്ന് പൊങ്ങിയത്. അപ്പോൾ 6 മണിയായപ്പോൾ ഞാൻ എണീറ്റു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഇത്രയും ദൂരം ഒരു രാവിലത്തെ ഒരു റണ്ണിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയും ഒരു ഫ്രഷ്നെസ്സും ആട്ടോ. ഒരു ഉറക്കക്ഷീണം. കാരണം ഒരു 3.5 മണിക്കൂറാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഉറക്കക്ഷീണം ഒന്നുമില്ല. നമുക്ക് ഭയങ്കര, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയുടെ എൻഡിൽ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയാം. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. വീടെത്തി. അമ്മേ കഴിക്കാന്താ? ചമ്മന്തിയും കഴിക്കാം. നൈസാണല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇത് മുള്ളമ്പഴമാണ്. മുള്ളാത്ത. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും. നിങ്ങളുടെ അവിടെ എന്ത് പേരാണെന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല മധുരമുള്ളതിന്. A few moments later. ഇപ്പോൾ സമയം
4 മണി കഴിഞ്ഞു കേട്ടോ. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാം. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അമ്മയും. നമ്മളവിടെ പോവാമേ? എവിടെ കറങ്ങാൻ? ചെറിയ കറങ്ങാം കേട്ടോ. ഈ വണ്ടിയിലല്ല കേട്ടോ പോണത്, ബൈക്കിലാണ് പോണത്. ബൈക്ക് വേറെ ഒരു സ്ഥലത്ത് ഇരിക്കുക. അപ്പോൾ ബൈക്ക് എടുക്കാൻ പോവാണ് ആദ്യമേ. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തു. അമ്മ ഫ്രണ്ടിൽ പോകും. റൈഡർ വന്നേ. ഞങ്ങൾ ഒരുമിച്ചായിട്ടോ. നമ്മളിപ്പോൾ ബണ്ട് റോഡിലാട്ടോ വന്നേക്കണേ. കടവന്ത്ര ബണ്ട് റോഡിലാണ് വന്നേക്കണേ. ഇവിടെ കണ്ടോ, അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇതേക്കൊണ്ട് ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഭയങ്കര മോശം അവസ്ഥയാണ്. ഇത് കായലാണ്. അപ്പോൾ ഇത് ഈ വെയിൽ കൊണ്ടിട്ട് കരിഞ്ഞ് കിടക്കുകയാണ്. നേരത്തെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ ഇവിടെ? ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇപ്പം കിടക്കണ കണ്ടിട്ട് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. നമ്മുടെ ജയസൂര്യയുടെ വീട് ഈ കായലിൻ്റെ അപ്പുറത്താട്ടോ. അപ്പുറത്ത് ഞാൻ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ വീട് കണ്ടോ. ഇത് ഈ കായൽ എന്ന് പറഞ്ഞാൽ ചിലവന്നൂർ കായലാണ്. ഈ കായലിൻ്റെ അപ്പുറത്തെ വശത്ത് ചിലവന്നൂരും ഈ കായലിൻ്റെ ഇപ്പുറത്തെ വശത്ത് ജനതയാണ്. വൈറ്റില ജനത ആണ്. കണ്ടോ, ഇത് ചിലവന്നൂർ കായൽ. വെള്ളം അതേ വെള്ളം പോണു. എനിക്ക് തോന്നുന്നത് ചേട്ടനാ മറ്റേ ചൈനീസ് ഫിഷ് തന്നിട്ടുണ്ട് അങ്ങോട്ടാണ് പോകണമെന്ന് തോന്നുന്നത്. ചൈനീസ് ഫിഷ് തന്നിട്ടുണ്ട് ഇവിടെ, ചീനവലുണ്ട് അവിടെ. അപ്പോൾ ആ ചേട്ടൻ അത് എടുക്കാൻ പോകണതാണ്. അപ്പോൾ അത് പൊക്കുന്നുണ്ട്, താന്ന് കിടക്കാതെ. ഞാൻ എടുക്കണ കാണിച്ചു തരാവേ. നേരത്തെ ഇവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. ആ ചേട്ടൻ പതുക്കെ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ചേട്ടൻ അതിങ്ങനെ വലിച്ച് പൊക്കുന്നതിനനുസരിച്ചുണ്ട് ഇവിടെ ഇങ്ങനെ പൊക്കുന്നുണ്ട്. അതിലേക്ക് നിറച്ച് കൊക്കാട്ടോ. ഈ കൊക്ക് മീൻ അതിനകത്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോരിക്കൊണ്ട് പോകാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് മീനും കണ്ട അതിനകത്തുള്ളത്. അവന്മാർ കുത്തി തിന്നത്. ചേട്ടൻ നേരം നടന്നു വരുമ്പോഴത്തേക്ക് അവന്മാർ പറന്നു പോകണുണ്ടോ. ചേട്ടൻ്റെ കയ്യിൽ മറ്റൊരു വല പോലത്തെ സാധനം ഉണ്ട്. അതും കൊണ്ട് മീൻ ഇങ്ങനെ അങ്ങ് എടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഒന്നുമില്ല കേട്ടോ, മീനൊന്നുമില്ല. ചേട്ടൻ തിരിച്ചു പോവാണ്. വീണ്ടും വീണ്ടും മുക്കുകയാണ്. ഇവരിത് പല തവണ ചെയ്യും ദിവസത്തിൽ. പക്ഷികളൊക്കെ പറക്കണത് ഈ നേരത്തെ ഒന്നും ഇവിടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അധികം ആരും അറിയില്ലാത്ത സ്ഥലമായിരുന്നു. കാരണം മറൈൻ ഡ്രൈവ് അവിടെ ഉള്ള പോലെ ഇവിടെ അധികം ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ക്രൗഡ് ആവുന്നുണ്ട്. അത് ലവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് നോക്കണോ വയ്ക്കും. എൻ്റെ ചേട്ടൻ വല എടുത്ത് നോക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ ദിവസത്തിൽ പല തവണ ഇവർ ചെയ്യും. ഇപ്പോൾ വേലിയിറക്കം അവസാനിക്കുന്ന ടൈമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ടൈമുണ്ട്. തക്കം എന്നാണ് അതിന് പറയുന്നത്. രാവിലെ പുലരണേൻ്റെ ടൈമും വൈകുന്നേരത്തെ ടൈമും എന്നൊക്കെ പറഞ്ഞ പല ടൈമുണ്ട്. ഈ ഇവർക്ക് വല ഈ ചീനവല പൊക്കവും താത്തവും ചെയ്യുന്നതിനൊക്കെ. പ്രിൻസാണ്. പേരെന്തായിരുന്നു? കൃഷ്ണലാൽ. ഇവർ വരണ വഴിക്ക് എന്നെ കണ്ടു നിർത്തിയതാട്ടോ. 10th ഞങ്ങൾ SNDP ഒരുമിച്ച് പഠിച്ച. പിന്നെ ആക്ച്വലി ഇപ്പം എത്ര വർഷമായിട്ടാണ് കണ്ടിട്ട്? 7-8 വർഷമായി ഉണ്ടാവും കണ്ടിട്ടല്ലേ. എന്നാ ശരിയടാ, ഓക്കെ ബൈ. ഓക്കെ ശരി കേട്ടോ. ഇപ്പോൾ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനോട് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഞാനിങ്ങോട്ട് മാറി അവന്മാരോട് സംസാരിക്കുകയാണെങ്കിൽ ചേട്ടൻ വയ്ക്കുക. അമ്മയോട് എന്നാ വയ്ച്ച? ഹസ്ബൻഡിന് തന്നെ ജോലി പോരാന്ന് പറഞ്ഞല്ലേ. സന്തൂർ മമ്മി ഇച്ചിരി പൊങ്ങിയില്ലേ? എങ്ങനെ? അയ്യോ എന്നാ ഇത് ഇങ്ങനെ അമ്മ കെട്ടി വെച്ചേക്കണേ. എൻ്റെ പൊന്നോ, ഇതിന് തലയുടെ മുകളിൽ എന്നാ എന്നാ നമ്മൾ പാതിരക്കോഴി നാണ്ടൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് പാതിരക്കോഴിയിൽ. അമ്മയെ കൂട്ടി പുറത്തു പോയില്ല, കുറേ നാളായി പുറത്ത് കഴിച്ചിട്ട്. അപ്പോൾ
ഫുഡ്. ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ പേര് ആദാമിൻ്റെ പെരക്കൽ എന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര്. അത് ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ടുള്ള വെറൈറ്റി ഉണ്ട്. ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് ബീഫ് കുലുക്കിക്കുത്ത് എന്നാണ്. അമ്മ അതാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നാണ്. ആക്ച്വലി ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങളിപ്പോൾ കണ്ട കാര്യങ്ങളൊന്നുമല്ല. ശരിക്കും എൻ്റെ ഒരു മുമ്പിലുള്ള വെല്ലുവിളി അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് മുതൽ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഞാനൊരു പ്രോപ്പർ ഡെയിലി വ്ലോഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കാരണം നമ്മൾ വ്ലോഗിങ് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം എനിക്കിഷ്ടമാണ് ഞാൻ കാണുന്നത് നിങ്ങളെ കാണിച്ചു തരാനും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. യൂട്യൂബിൽ തുടക്കക്കാരന് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അത് തുടർന്നും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്നും ഈ ഒരു വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എനിക്ക് കൂടുതൽ ചെയ്യണം. കാരണം ഞാൻ 3 മാസം കൊണ്ടാണ് 10 വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ ചെയ്തത്. അപ്പോൾ ഇനിയുള്ള 10 ദിവസം കൊണ്ട് ഞാൻ ഈ 10 വീഡിയോസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബി സേഫ്, ടേക്ക് കെയർ.